മര്യാദയ്ക്ക് ബെഞ്ചിൽ കയറി നിൽക്ക്. കേറി നിൽക്കാൻ. എന്റെ മോളെ എന്തിനാ ബെഞ്ചിൽ കയറ്റി നിർത്തിയിരിക്കുന്നത്? ക്ലാസ്സിൽ നിങ്ങളുടെ മോളുടെ പെരുമാറ്റം ശരിയല്ല, അതുകൊണ്ടാണ് നിർത്തിയത്. എത്ര പണം ചെലവാക്കിയ ഞാൻ ഇവളെ പഠിപ്പിക്കാൻ വിടുന്നറിയോ? പണം ചെലവാക്കിയ മാത്രം പോരാ, നല്ല സംസ്കാരം കൂടി പറഞ്ഞു കൊടുക്കണം. അച്ഛാ, എന്റെ കാല് വേദനിക്കുന്നു അച്ഛാ. ഇത്തരം പ്രാകൃതമായ ശിക്ഷ നടപ്പാക്കിയാലേ എനിക്കത് മാനേജ്മെന്റിനോട് പറയേണ്ടി വരും. പരാതിപ്പെട്ടോ? അല്ലെങ്കിൽ തന്നെ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കൊന്നും പറഞ്ഞ് വെല്ലു വിളിച്ചിരിക്കാൻ നിങ്ങളുടെ പുന്നാര മോള്. മോളെ, നീ താഴെ ഇറങ്ങും. ഇത് എന്റെ ക്ലാസ്സാ. ഇവിടെ എന്താ നടക്കണ്ടേന്ന് ഞാനാ തീരുമാനിക്കുന്നത്. നിങ്ങൾ വന്ന കാര്യം പറയും. ഞാൻ നിങ്ങളുടെ പൈസ തിരിച്ചറിയാൻ വേണ്ടി വന്നതാ. എങ്കിൽ അത് തന്നിട്ട് നിങ്ങക്ക് പോവാം. തൽക്കാലം ഞാൻ പോകുന്നു. പക്ഷേ ഇത് ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്റെ കുഞ്ഞു പാവാ. ആ പാവാണ്. ഇത് കണ്ടോ? ഈ സാരിയിൽ മഷി കുടഞ്ഞത് ഇവളല്ലേന്ന് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നോക്ക്. അച്ഛനോട് ചിലപ്പോ അവള് കള്ളം പറയും. വീട്ടിൽ നിന്ന് പഠിക്കുന്നതാ കുട്ടികളെ ക്ലാസ്സിലും കാണിക്കാം. ഇത് നിങ്ങളുടെ കുട്ടിക്കുള്ള ലാസ്റ്റ് വാണിംഗാ. ഇനി മര്യാദയില്ലാതെ പെരുമാറിയ എനിക്ക് പ്രിൻസിപ്പളിനോട് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. No ordinary child. He was to fight and overcome a great empire and without taking to arms. അമ്മേ, നമ്മുടെ വീട് എവിടെ അമ്മേ? നമുക്ക് വീടില്ല മോനെ. അപ്പോ അമ്മ എവിടെ താമസിക്കുന്നേ? അമ്മ ഒരു ലേഡീസ് ഹോസ്റ്റലില്. എനിക്കിവിടെ കിടക്കണ്ടമ്മ.
ഞാൻ അമ്മയുടെ കൂടെ വരുക. ആ, ഇപ്പൊ മോൻ അമ്മയുടെ കൂടെ നിന്ന് അത് ശരിയാവില്ല. ആ, അമ്മ അമ്മ താമസിക്കുന്നിടത്ത് മോന് കയറാൻ പറ്റില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു വീട് ശരിയാക്കിയിട്ട് അമ്മ വന്ന് മോനെ കൂട്ടിക്കൊണ്ടു പോവാം. അതുവരെ അമ്മ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് മോനെ കണ്ടോളാം. വേണ്ടമ്മേ, എന്നെ കൂട്ടിക്കൊണ്ടു പോവോ? നിന്റെ അസുഖമൊക്കെ മാറട്ടെ, എന്നിട്ട് അമ്മ വന്ന് കൂട്ടിക്കൊണ്ടു പോവാം. ജീവൻ, ആർ യു ഹാപ്പി? അതെ ഡോക്ടർ. അമ്മ അടുത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം. എൻ്റെ അവസ്ഥ എന്താണെന്ന് ഡോക്ടറോട് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ എന്നെ വിളിക്കണം. അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ഇറങ്ങിക്കോട്ടെ. പോണ്ടമ്മേ, പോണ്ട. പോ. ഞങ്ങൾക്ക് ബോധ്യമാവുമ്പോൾ ജീവനെ അമ്മയുടെ കൂടെ പറഞ്ഞു വിടാം. അതുവരെ ഡോക്ടർ പറയുന്നതൊക്കെ എൻ്റെ മോൻ അനുസരിക്കണം കേട്ടോ. അമ്മ പോയിട്ട് വരും.
ഡോക്ടർ, അത് ശരിക്കും എൻ്റെ അമ്മ തന്നെയാണോ? അമ്മയാണെങ്കിൽ പിന്നെന്താ എന്റെ കൂടെ കൊണ്ടുപോകത്തെ? പറ ഡോക്ടർ. അതെന്താ ജീവൻ അങ്ങനെ പറഞ്ഞത്? അമ്മയല്ലെങ്കിൽ ജീവനെ ഓർത്ത് എന്തിനാ അവർ വിഷമിക്കുന്നത്? അമ്മയ്ക്കല്ലാതെ മക്കളോട് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? ശരിയാ, എൻ്റെ അമ്മ തന്നെയാ. മാഡം, ഇതോടെ അവസാനം എന്നാ? അവരോട് ഓർമ്മ തിരുമ്പി വന്ന എല്ലാം പഴയപടി ആവില്ല. നിത്യ മേടത്തോടെ ഗതി, നമ്മ കുടുംബം എല്ലാം പോകില്ലേ അമ്മ? ഇപ്പൊ എല്ലാവരുടെയും ലൈഫുക്ക് கொஞ்சம் சந்தோஷம் இருக்கு. இவங்க வந்தா என்ன பண்ண முடியும் மேடம்? ശരവണ, ചോദിക്കാൻ 1000 ചോദ്യങ്ങൾ നിന്റെ മനസ്സിലുണ്ടാവും. പക്ഷെ അതിനൊക്കെ ഒരൊറ്റ മറുപടി എനിക്കുള്ളൂ. ഞാൻ അവന്റെ അമ്മയാണ്. ഗതികെട്ടൊരമ്മ. അവന് ദൈവം തിരിച്ചു തന്നത് എനിക്കുള്ള ശിക്ഷയാണോ അനുഗ്രഹമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവന്റെ അമ്മയാണ്. എന്താ മോളെ, എന്താ നീ ഇങ്ങനെ കേറി നിൽക്കുന്നേ? സ്കൂളിൽ ചെന്നാൽ ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നേ. അച്ഛനൊന്ന് കണ്ടല്ലേ, ഇവിടെ ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. മോളെ, ഈ ടീച്ചറിന്റെ സാരിയിൽ മഷി ഉടയാനൊക്കെ പാടുണ്ടോ? അച്ഛൻ കണ്ടോ? ഇല്ലല്ലോ. ആ പത്മ ടീച്ചർ വെറുതെ പറഞ്ഞ. ശരി, നീ താഴെ ഇറങ്ങ്, എന്നിട്ട് ഈ ഭക്ഷണം കഴിക്ക്. ഞാൻ കഴിക്കില്ല.
നോക്ക്, പത്മ ടീച്ചർ നിന്നെ ദ്രോഹിച്ചതിന് തക്കതായൊരു ശിക്ഷ അച്ഛൻ കൊടുത്തോളാം. അച്ഛനൊന്നും ചെയ്യില്ല, വെറുതെ പറയാ. എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അച്ഛനറിയോ, പത്മ ടീച്ചറിന്റെ മോൻ ആരെയില്ലേ, ആ അവൻ എത്ര ഇന്നെ കളിയാക്കിയെന്നറിയോ? ശ്രേയ, അമലു എല്ലാരും ചിരിച്ചു. എല്ലാത്തിനും കാരണം ടീച്ചറാ. അച്ഛൻ എന്നോട് പഴയ പോലെ സ്നേഹമൊന്നുമില്ല. അല്ലെങ്കിൽ അപ്പ തന്നെ എന്നെ ക്ലാസ് ഒന്നും കൊണ്ടുവരില്ലേ? ദേ, അച്ഛന് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞേ? ഇങ്ങ വന്നേ, വാ. അച്ഛനെ മോളല്ലാതെ വേറെ ആരാ സ്നേഹിക്കാനുള്ളത്? നിനക്ക് എന്തെങ്കിലും വന്നാ അച്ഛന് സങ്കടാവില്ലേ? നീ വന്ന് ഭക്ഷണം കഴിച്ചേ, വാ. എനിക്ക് വേണ്ട. എനിക്ക് അമ്മയില്ലാത്തോണ്ടല്ലേ. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ടീച്ചറോട് പോയി ചോദിച്ചേനെ. എനിക്ക് ഭക്ഷണം വേണ്ട. ഇപ്പൊ മാത്രല്ല, ഒരിക്കലും വേണ്ട. മോളെ, കല്യാണി, ഈ നാശങ്ങൾ വന്നു കയറി അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇക്കാര്യം പ്രിൻസിപ്പൽ മാഡത്തിനോട് ടീച്ചറിന് തന്നെ സംസാരിക്കാലോ. ഹേയ്, ടീച്ചർ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കാം. പ്രിൻസിപ്പള് നമ്മളോടെല്ലാം ഒരുപോലെയല്ലേ പെരുമാറുന്നത്. പിന്നെ എന്റെ മോള് ഭക്ഷണം കഴിക്കുന്നില്ല. താൻ സ്കൂളിൽ വെച്ച് നാണം കെടുത്തിയത് കാരണം എന്റെ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത്. ടീച്ചറെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കുട്ടികൾക്ക് മുന്നിൽ ആളാൻ വേണ്ടിട്ടല്ലേ താൻ അങ്ങനെയൊക്കെ ചെയ്തത്? ഇത്തിരി ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ മുന്നില് ഞാൻ ആളെ വിളിക്കുന്നത് എന്തിനാ? ക്ലാസ്സിനൊരു രീതിയുണ്ട്. അതനുസരിക്കാത്തവരെ ചിലപ്പോ ശാസിക്കും, ചിലപ്പോ ശിക്ഷിക്കും. നല്ല രീതിയിൽ കുഞ്ഞിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. തനിക്ക് എന്റെ മോളോട് പ്രതികാരം. പ്രതികാരോ? എടോ മനുഷ്യ, വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചുപയോഗിക്കും. ആ കുഞ്ഞിനോട് പ്രതികാരം തോന്നണെങ്കിലേ ഞാൻ എത്ര ചീപ്പായിരിക്കണം? ചീപ്പാണ്. താനും തന്റെ മനസ്സിലെ ചിന്താഗതി ഒക്കെ ചീപ്പാ. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. പരാതിപ്പെടാനൊക്കെ എനിക്കറിയാം. പ്രിൻസിപ്പളിനെയും മാനേജ്മെന്റിനെയും ഒക്കെ എനിക്ക് നല്ല പരിചയമുണ്ട്. ഞാനൊരു പരാതി എഴുതി കൊടുത്താലേ എന്താവും തന്റെ അവസ്ഥയെന്നറിയോ? എന്നെ കണ്ടാലേ ഇതൊക്കെ കേട്ട പേടിക്കുന്നവളാണ് ഞാനെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? ജീവിതം എന്നെ എത്ര പേടിപ്പിച്ചെന്ന് തനിക്കറിയോ? പൊള്ളുന്ന കനലിലൂടെ എത്ര നടന്നതെന്ന് തനിക്കറിയോ? അന്ന് പേടിക്കാത്ത ഞാനാ തന്നെ പോലെ ഒരാളുടെ മുന്നിൽ പേടിക്കുന്നത്. താൻ ജീവിതാനുഭവമൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണോ? ഞങ്ങള് പിന്നെ ആകാശത്തുനിന്ന് പൊട്ടി വീണതാണല്ലോ. ഞാൻ എന്തായിരുന്നു എന്നുള്ളത് തനിക്കറിയോ? ഞാൻ എന്ത് അനുഭവിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന് തനിക്കറിയോ? അനുഭവങ്ങൾ ഉണ്ടാവുന്നതേ നല്ല പാഠങ്ങൾ പഠിക്കാനാ. നല്ല പാഠങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനാ. നിങ്ങളുടെ മകളുടെ കാര്യത്തിൽ നിങ്ങൾക്കതിന് സാധിച്ചില്ല. അതാ കുട്ടിയുടെ പരാജയം. അപ്പൂപ്പൻ എന്തായി ചെയ്യുന്നേ? നമ്മുടെ കൃഷ്ണവേണി ആന്റിയുടെ മഞ്ഞൾ കല്യാണം ഇന്ന്. നമ്മുടെ പ്രിയ ചേച്ചിയുടെ
ആ അവിടേക്കുള്ള മഞ്ഞളാ. അപ്പൂപ്പനെ അപ്പൂപ്പൻ അവർക്ക് അരച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. മോളെ അവിടെ അമ്മയും മോള് മാത്രമല്ലേ ഉള്ളൂ. ആ അരഞ്ഞത് മതിയോ എന്തോ. ആ ആ ദൈവമേ തികയണേ. ദേ മോളെ ഇതിലൊന്നും തുടരുത് കേട്ടോ, കൈ ഉടുപ്പൊക്കെ മഞ്ഞളാവും. അപ്പൂപ്പ ഇപ്പൊ വരാം. ആ അയ്യപ്പ